നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈതൺ ഡാറ്റ ടൈപ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പൈതൺ ഐഡൻറ്റിഫയേഴ്സ് ഡിസ്കസ് ചെയ്തു, പൈതൺ കീവേഡ്സ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡാറ്റ ടൈപ്പുകളാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ പൈതണിനകത്ത് നമ്മൾ ഇൻട്രൊഡക്ഷനിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മളിപ്പോൾ ഒരു വേരിയബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും നമ്മൾ ഡിക്ലെയർ ചെയ്ത് ഏത് ടൈപ്പാണെന്നൊക്കെ കൊടുത്തിട്ട് ഇൻറ്റ് A=5 എന്നുള്ള രീതിയിലാണ് കൊടുക്കുക. എന്നാൽ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമുക്ക് ജസ്റ്റ് A=5 എന്ന് കൊടുത്താൽ മതി. അത് ഇംപ്ലിസിറ്റ്ലി ഇൻ്റർപ്രറ്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഇൻ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഡാറ്റ ടൈപ്പുകൾ വരുന്നത്, എങ്ങനെയാണ് അത് നമുക്കറിയാൻ കഴിയില്ലല്ലോ. നമ്മളിപ്പോൾ A=5 എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണത്, അത് ഏത് ടൈപ്പാണെന്നുള്ളത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോറേജ് മെത്തേഡ് അതിന് കൊടുക്കും. പക്ഷേ നമ്മൾ ആസ് എ യൂസർ നമുക്കറിയില്ല എന്താണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനൊരു ഫംഗ്ഷനൊക്കെ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ചെയ്യാമെന്നും ഏതൊക്കെയാണ് നമ്മുടെ ഡാറ്റ ടൈപ്പുകളെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേരിയബിൾസ് ക്യാൻ ഹോൾഡ് വാല്യൂസ് ആൻഡ് എവറി വാല്യൂ ഹാസ് ഡാറ്റ ടൈപ്പ്. നമുക്കറിയാം നമ്മൾ എന്തിനാണ് പ്രോഗ്രാമിങ്ങിനകത്ത് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പല ടൈപ്പിലുള്ള ഡാറ്റകൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു ഡാറ്റ കുറച്ച് നേരം ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമ്മളൊരു വേരിയബിളിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് പല രീതിയിലും നമുക്ക് ഈ വേരിയബിൾസിനെ യൂസ്ഫുൾ ആക്കാൻ കഴിയും. അതിനകത്ത് പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റകൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഈ ഓരോ ഡാറ്റയും അല്ലെങ്കിൽ ഓരോ വാല്യൂവും ഓരോ ഡാറ്റ ടൈപ്പ് കാരണം ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് A=5 എന്ന്, അതൊരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പാണ്. അവിടെ നമുക്ക് സ്ട്രിങ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് പല ഡാറ്റ ടൈപ്പിലുള്ള വാല്യൂസും അസൈൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പൈതൺ എന്ന് പറയുന്നത് ഒരു ഡൈനാമിക്കലി ടൈപ്പ്ഡ് ലാംഗ്വേജ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നില്ല. അതായത് എങ്ങനെ ഇന്ന ഡാറ്റ ടൈപ്പാണെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. ആ ഡിക്ലെയർ ചെയ്യുമ്പോൾ ജസ്റ്റ് A=5 എന്നല്ലേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പകരം നമ്മൾ ഇൻറ്റ് A പിന്നെ A=5 അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്, ഇത് ഡൈനാമിക്കലി ടൈപ്പ് ലാംഗ്വേജ് ആണ്. മാത്രമല്ല അതിന് ഇൻ്റർപ്രറ്റർ ഇംപ്ലിസിറ്റ്ലി ഇങ്ങനെ ബൈൻഡ് ചെയ്ത് കൊടുക്കും വാല്യൂവിനെയും അതിൻ്റെ ടൈപ്പിനെയും. ഇപ്പോൾ A=5 എന്ന് പറയുമ്പോൾ അതൊരു ഇൻ്റ് ആണെന്ന് അവിടെ അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. The variable A hold integer value 5 and we did not define its type. നമ്മളൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നില്ല ഇതിൻ്റെ ടൈപ്പ് ഇൻറ്റീജർ ആണെന്ന്. നമ്മളല്ല, സിസ്റ്റമാണ് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പൈതൻ്റെ ഇൻ്റർപ്രറ്റർ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ വേരിയബിളിൽ ഒരു ഇൻറ്റീജർ ടൈപ്പ് ആണെന്ന് സെറ്റ് ചെയ്യുകയും ചെയ്യും. പൈതൺ എനാബിൾ അസ് ടു ചെക്ക് ദ ടൈപ്പ് ഓഫ് വേരിയബിൾ യൂസ് ഇൻ ദ പ്രോഗ്രാം. നമ്മൾ എന്ത് ടൈപ്പാണ് ആ വേരിയബിൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വാല്യൂ ആണ് അതിനകത്തുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ ടൈപ്പ് ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഏത് ടൈപ്പാണ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. A=10, B=high Python, C=10.5 എന്നിട്ട് പ്രിൻറ്റ് ടൈപ്പ് A. നമ്മൾ പറഞ്ഞു ടൈപ്പ് ഫംഗ്ഷനാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എൻ്റെ ടൈപ്പാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പിന്നെ പ്രിൻറ്റ് ടൈപ്പ് B, പിന്നെ B എന്താണെന്ന് കൊടുക്കും. പിന്നെ പ്രിൻറ്റ് ടൈപ്പ് C, പ്രിൻറ്റ് ടൈപ്പ് സീൻ്റെ ടൈപ്പ് ഏതാണെന്നുമാണ് കൊടുക്കേണ്ടത്. ഇത്രയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് A=10 കൊടുത്തിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു ഡിക്ലറേഷൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അങ്ങ് ഡിഫൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയാണ്, ടൈപ്പ് ഇൻറ്റ്. ഫസ്റ്റ് വൺ നമുക്കറിയാം ഇൻറ്റീജർ ടൈപ്പാണ്. സെക്കൻഡ് വൺ ടൈപ്പ് സ്ട്രിങ് ആണ്, അതെന്താണ് ഹൈ പൈത്തൺ ആണ്. പിന്നെ 10.5 വന്നപ്പോൾ അവിടെ ടൈപ്പ് എന്താണ്, ഫ്ലോട്ടാണ്. അപ്പോൾ എത്രയാണ് നമുക്ക് അതിനകത്ത് ടൈപ്പ് ഫംഗ്ഷനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ ഡാറ്റ ടൈപ്പ് പഠിക്കുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് ഈ ടൈപ്പ് ഫംഗ്ഷൻ. പ്രത്യേകിച്ച് പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് അതിന് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നത് എന്തുകൊണ്ടാണ്, നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല, സിസ്റ്റം ഇംപ്ലിസിറ്റ്ലി സെറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ടൈപ്പാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് കഴിയും. ഇനി നമ്മളുടെ ഡാറ്റ ടൈപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഡാറ്റ ടൈപ്പിന് സ്റ്റാൻഡേർഡ് ഡാറ്റ ടൈപ്സ് എന്നാണ് പറയുക. നമ്മൾ എന്തൊക്കെയാണ് ഡാറ്റ ടൈപ്സ്, നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് എന്തൊക്കെ ഡാറ്റ ടൈപ്സാണ് ഹോൾഡ് ചെയ്യുന്നത് നോക്കാം. എ വേരിയബിൾ ക്യാൻ ഹോൾഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്. നമ്മൾ പറഞ്ഞു ഒരു വേരിയബിളിന് പല ടൈപ്പിലുള്ള വാല്യൂസും ഹോൾഡ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു പേഴ്സൻ്റെ നെയിമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നത് ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും അല്ലേ. നെയിം നമ്മൾ ഒരിക്കലും ഇൻറ്റീജറായിട്ട് കൊടുക്കാറില്ല, സ്ട്രിങ് ആയിട്ടേ കൊടുക്കാറുള്ളൂ. എന്നാൽ ഐഡിൻ്റെ കേസ് വരുമ്പോൾ നമ്മളത് പൊതുവേ ഇൻറ്റീജറായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വേരിയബിളും ഓരോ ടൈപ്പായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്. എല്ലാം വേരിയബിൾസ് തന്നെയാണ്, പക്ഷേ ഒന്ന് സ്ട്രിങ് ആയിരിക്കും, ഒന്ന് ഇൻറ്റീജർ ആയിരിക്കും. Python provide various standard data type define storage method of each of them.
പൈതണിനകത്ത് ഒരുപാട് ടൈപ്പിലുള്ള ഡാറ്റ ടൈപ്സ് ഉണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് ഡാറ്റ ടൈപ്സ്. നമുക്കിതിൻ്റെയൊക്കെ സ്റ്റോറേജ് മെത്തേഡ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡേർഡുകൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഡാറ്റ ടൈപ്സ് അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്, ഏതൊക്കെ ഡാറ്റ ടൈപ്സാണ് ഉള്ളത്? നമ്പേഴ്സ് ഉണ്ട്, സീക്വൻസ് ടൈപ്പ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്, സെറ്റ് ഉണ്ട്, ഡിക്ഷണറി ഉണ്ട്. ഇത്രയും ടൈപ്പുകളാണ് നമ്മളുടെ സ്റ്റാൻഡേർഡ് ഡാറ്റ ടൈപ്സിനകത്ത് വരുന്നത്. ഇവിടെ നമുക്കൊരു ഫിഗർ ഉണ്ട്, നമുക്ക് നോക്കാം. ഇത്രയാണ് പൈതൺ ഡാറ്റ ടൈപ്സ്. പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഒന്ന് ന്യൂമറിക് ആണ്. ഈ ന്യൂമറിക്കിനകത്ത് ഇൻറ്റീജർ ഉണ്ട്, ഫ്ലോട്ട് ഉണ്ട്, കോംപ്ലക്സ് നമ്പറും ഉണ്ട്. പിന്നെ ഒരു ടൈപ്പ് വരുന്നത് ഡിക്ഷണറിയാണ്. പിന്നെ ഒരു ടൈപ്പ് വരുന്നത് ബൂളിയൻ ആണ്. പിന്നെ സെറ്റ് ഉണ്ട്, പിന്നെ സീക്വൻസ് ടൈപ്പ് ഉണ്ട്. ഈ സീക്വൻസ് ടൈപ്പിന് സബായിട്ട് 3 ടൈപ്പുകൾ വരുന്നുണ്ട്. സ്ട്രിങ് ഉണ്ട്, ലിസ്റ്റ് ഉണ്ട്, ടപ്പിൾ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഡാറ്റ ടൈപ്സ്. അപ്പോൾ നമുക്ക് ഓരോന്നും പഠിക്കാനുണ്ട്. ന്യൂമറിക് പഠിക്കാനുണ്ട്, ബൂളിയൻ, സെറ്റ്, എക്സെട്ര എവറിത്തിങ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പൈതൺ ഡാറ്റ ടൈപ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മളുടെ പൈതണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിരുന്നു നമ്മൾ ഒരിക്കലും അത് സെപ്പറേറ്റ് ഡിക്ലെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അതായത് ഏത് വേരിയബിളിലേക്ക് വാല്യൂ കൊടുക്കുമ്പോഴും അത് ഇന്ന ടൈപ്പ് ഡാറ്റയാണ് എന്ന് നമ്മൾ ആസ് എ യൂസർ ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയൊരു ഫീച്ചറായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറായിരുന്നു. കാരണം ഇതുവരെ നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ടൈപ്പ് ഫീച്ചറായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സിസ്റ്റം എന്ത് ചെയ്യും, അത് ഡൈനാമിക്കലി ടൈപ്പ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഇംപ്ലിസിറ്റ്ലി അത് ബൈൻഡ് ചെയ്ത് കൊടുക്കും. ഇന്ന വാല്യൂവിന് ഇന്ന ടൈപ്പ് എന്നുള്ളത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത്, നമ്മൾ ടൈപ്പ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞു. എന്തായിരുന്നു ടൈപ്പ് ഫംഗ്ഷൻ? ഇപ്പോൾ നമ്മളുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ജസ്റ്റ് A = 10, B = ഹൈ പൈതൺ, C = 10.5 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആസ് എ യൂസർ നമുക്കറിയണം ഏത് ടൈപ്പായിരിക്കും അവർ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടൈപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്തത്. ഇവിടെ ടൈപ്പ് എയും ടൈപ്പ് ബിയും ടൈപ്പ് സിയും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഔട്ട്പുട്ടും നമുക്ക് കിട്ടിയതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഡാറ്റ ടൈപ്സ് ആണ്. നമ്മൾ പറഞ്ഞു ഒരു വേരിയബിളിന് പല ടൈപ്പിലുള്ള വാല്യൂസ് ഹോൾഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ പേഴ്സൻ്റെ നെയിം ആണെങ്കിൽ അതൊരു സ്ട്രിങ് ആയിരിക്കും, ID ആണെങ്കിൽ അതൊരു ഇൻറ്റീജർ ആയിരിക്കും, മാർക്കാണെങ്കിലും അതൊരു ഇൻറ്റീജർ ആയിരിക്കും. അങ്ങനെ ഓരോ കൺസെപ്റ്റുകൾ വരുമ്പോഴും അതിന് ഓരോ ടൈപ്പിലാണ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടി വരിക, സ്റ്റോർ ചെയ്യേണ്ടി വരിക. അവിടെയാണ് ഈ ഡാറ്റ ടൈപ്സിൻ്റെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പല രീതിയിലുള്ള സ്റ്റോറേജുകളും സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് മെയിനായിട്ടുള്ള നമ്പേഴ്സ്, സീക്വൻസ് ടൈപ്പ്, ബൂളിയൻ, സെറ്റ്, ഡിക്ഷണറി ഒക്കെയാണ്. അതിൻ്റെ സബായിട്ട് ന്യൂമറിക്കിനകത്ത് ഇൻറ്റീജർ വരുന്നുണ്ട്, ഫ്ലോട്ട് വരുന്നുണ്ട്, കോംപ്ലക്സ് നമ്പറും വരുന്നുണ്ട്. അതുപോലെ സീക്വൻസ് ടൈപ്പിനകത്ത് സ്ട്രിങ് വരുന്നുണ്ട്, ലിസ്റ്റ് വരുന്നുണ്ട്, ടപ്പിളും വരുന്നുണ്ട്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ. ഇത് നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ.